السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നമുക്ക് സൂറത്തു യാസീനിലെ 65-ാമത്തെ ആയത്ത് മുതൽ 67-ാമത്തെ ആയത്ത് വരെ പഠിക്കാം. ആദ്യം നാം ഇത്രയും ആയത്തുകൾ ഒന്നിച്ചൊന്നോതും, ശേഷം അതിലെ ചെറിയൊരു രൂപത്തിലുള്ള ആശയവിവരണം നടത്തും. അവസാനമായി ഇത്രയും ആയത്തുകൾ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുന്ന രൂപം വിവരിക്കും. എന്നാൽ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. മുമ്പൊക്കെ പറയാറുള്ളത് പോലെ തന്നെ ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങളും ഓതണം. എന്നാൽ നമുക്ക് പാരായണം തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ഇനി നമുക്ക് ഇത്രയും ആയത്തുകളിലെ ചെറിയൊരു ആശയം മനസ്സിലാക്കാം. അല്ലാഹു തആല മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കാതെ പിശാചിനെ പിന്തുടരുന്ന വിഭാഗത്തോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയും, നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ എന്നായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. തുടർന്ന് അല്ലാഹു തആല നരകത്തിൽ പോകുന്ന കുറ്റവാളികളെക്കുറിച്ച് പറയുകയാണ്, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് വിചാരണ ചെയ്യുമ്പോൾ ചെയ്ത നന്മ തിന്മകളെക്കുറിച്ച് കൃത്യമായി കണക്ക് ചോദിക്കുമ്പോൾ
അന്ന് മറുപടി പറയുന്നത് നാവുകൊണ്ടല്ല. നാവുകൊണ്ടാണെങ്കിൽ എന്തും പറയാമായിരുന്നു, പക്ഷേ നാവുകൊണ്ടല്ല, മറിച്ചു اليوم نختم على أفواههم ഇന്ന് നാം അവരുടെ വായകളെ സീൽ വെച്ചിരിക്കുന്നു. വായകളുടെ മേൽ സീൽ വെച്ചിരിക്കുക. വായ കൊണ്ടൊന്നും സംസാരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് സംസാരിക്കുന്നു? വതുകല്ലിമുന ഐദീഹിം അവരുടെ കൈകൾ ഞങ്ങളോട് സംസാരിക്കുന്നു. കൈകളാണ് സംസാരിക്കുന്നത്. നാവുകൊണ്ട് സംസാരിക്കാൻ കഴിവ് നൽകിയ അല്ലാഹു തആലാക്ക് കൈകൊണ്ട് സംസാരിപ്പിക്കാൻ എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. വതുകല്ലിമുന ഐദീഹിം അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. മാത്രമല്ല അതിന് സാക്ഷികളായി വതശ്ഹദു അർജുലുഹും വഗൈറുഹാ അവരുടെ കാലുകളും മറ്റ് അവയവങ്ങളെല്ലാം സാക്ഷികളായി നിൽക്കുന്നതാണ്. ബിമാ കാനു യക്സിബൂൻ ദുനിയാവിൽ നിന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക്, തെറ്റുകൾക്ക് സാക്ഷിയായി അവരുടെ കാലുകളും മറ്റെല്ലാ അവയവങ്ങളും നിൽക്കുന്നതാണ്. ഇതൊക്കെ നാളെ പരലോകത്ത് വെച്ച് നടക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് ഓതിത്തരുന്നത്. ഫകുല്ലു ഉദ്വിൻ യൻതിഖു ബിമാ സദറ മിൻഹു നാവൊഴികെ ഏതൊരു അവയവും അതിൽ നിന്നുണ്ടായ ഓരോ തെറ്റുകളും ഇങ്ങനെ വിളിച്ചു പറയും. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു കാര്യം, ഒരു ഹറാമായ കാര്യം കണ്ടാൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ കണ്ണ് വിളിച്ചു പറയും, ഇന്നാലിന്ന ഹറാമായ കാര്യം ഈ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. കാലുകൊണ്ട് ഹറാമായൊരു കാര്യത്തിലേക്ക് നടന്നു പോയാൽ നാളെ ആഖിറത്തിൽ നിന്ന് വിളിച്ചു പറയും, ഇന്നാലിന്ന ഹറാമായ കാര്യത്തിലേക്ക് ഈ കാലുകൊണ്ട് നടന്നു പോയിരിക്കുന്നു. ഇങ്ങനെ ഓരോ അവയവവും ഫകുല്ലു ഉദ്വിൻ യൻതിഖു ബിമാ സദറ ഏതൊരു അവയവവും അതിൽ നിന്നുണ്ടായ തെറ്റുകൾ വിളിച്ചു പറയും. ചെയ്ത തെറ്റുകൾ ഒരു അണുവോളം വിടാതെ തെറ്റാതെ എല്ലാം നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നതുമാണ്. ഇതൊക്കെ ആഖിറത്തിൽ വരുന്ന ശിക്ഷയാണ്. എന്നാൽ ദുനിയാവിൽ നിന്ന് തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലാഹു തആലാക്ക് ശിക്ഷിക്കാമായിരുന്നു. അങ്ങനെ പലരെയും അല്ലാഹു തആല ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്ത്, അങ്ങനെ അതിൻ്റെ പേരിൽ ചില മനുഷ്യന്മാരെ അല്ലാഹു തആല കുരങ്ങാക്കിയിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ചിലരെ അല്ലാഹു തആല കല്ലാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അല്ലാഹു തആലാക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും അല്ലാഹു തആല ഇവരെ ചെയ്തിട്ടില്ല. ഇതൊക്കെ അല്ലാഹുവിൻ്റെ കാരുണ്യം, കരുണ കൊണ്ടാണ്. അതിനെക്കുറിച്ചാണ് അടുത്ത ആയത്ത് അല്ലാഹു തആല പറയുന്നത്. وَلَوْ نَشَاءُ لَطَمَسْنَا عَلَى أَعْيُنِهِمْ فَاسْتَبَقُوا الصِّرَاطَ فَأَنَّى يُبْصِرُونَ وَلَوْ نَشَاءُ لَطَمَسْنَا عَلَى أَعْيُنِهِمْ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ അന്ധരാക്കുമായിരുന്നു, കണ്ണ് കാണാത്തവരാക്കുമായിരുന്നു. അപ്പോൾ അവർ വഴിയിലേക്ക് ചെന്നെത്തും. പക്ഷെ നടക്കാൻ കഴിയുമോ? നടക്കാൻ ശ്രമിച്ചു നോക്കും. അവർക്ക് എങ്ങനെ കാണാൻ കഴിയും? ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹുവിന് അവരുടെ കാഴ്ച പോക്കിക്കളയാൻ സാധ്യമാകുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഒരു തെറ്റിലേക്ക് നടന്നു പോകാൻ കഴിയില്ല. അല്ലാഹു തആല നൽകിയ ആ വലിയ അനുഗ്രഹമായ കണ്ണിൻ്റെ കാഴ്ച ശക്തി അത് അവന് തന്നെ എടുത്തു കളയാമായിരുന്നു. അങ്ങനെ എടുത്തു കളഞ്ഞാൽ പിന്നെ നടക്കാൻ കഴിയില്ല, ഒന്നും കാണാൻ കഴിയില്ല. അതാണ് മനുഷ്യൻ അവൻ്റെ മാനസിക ദൃഷ്ടി അഥവാ ആന്തരിക കണ്ണുകൊണ്ടാണല്ലോ ഇത്രയും ദുഷിച്ചത്, ഇത്രയും തെറ്റുകൾ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ദുനിയാവിൽ നിന്ന് തന്നെ ബാഹ്യമായ കണ്ണിൻ്റെ ആ കാഴ്ച ശക്തി അല്ലാഹു തആല എടുത്തു കളഞ്ഞാൽ അത് വലിയൊരു പ്രയാസമാണ്. പക്ഷെ അത് അല്ലാഹു തആല ചെയ്തില്ല. കാരണം അല്ലാഹു തആലയുടെ വലിയ മഹത്തായ കരുണ കൊണ്ട് മാത്രമാണ്. തുടർന്ന് അല്ലാഹു തആല പറയുകയാണ്, وَلَوْ نَشَاءُ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ فَمَا اسْتَطَاعُوا مُضِيًّا وَلَا يَرْجِعُونَ
വലൗ നശാഉ ലമസഖ്നാഹും അലാ മക്കാനതിഹിം, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ സ്ഥാനത്തു നിന്നും അവരെ നാം കോലം മാറ്റുമായിരുന്നു. കോലം മറിക്കുക. മുമ്പുള്ള പല തെറ്റ് ചെയ്ത സമുദായക്കാരെ അള്ളാഹു താല കോലമറിച്ചിട്ടുണ്ട്. തൊട്ടുമുമ്പ് നാം പറഞ്ഞുവല്ലോ, മനുഷ്യന്മാരെ കുരങ്ങാക്കി കോലമറിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കല്ലാക്കി കോലമറിച്ചിട്ടുണ്ട്. ഇതേപോലെ അള്ളാഹു താലാക്ക് ചെയ്യാമായിരുന്നു. അപ്പോഴവർക്ക് പോകുവാനോ വരുവാനോ സാധ്യമല്ല. ഇന്നാലിന സ്ഥലത്തിൽ നിന്നും ഇന്നാലിന സ്ഥലത്തേക്ക് അവർക്ക് എത്താൻ സാധ്യമല്ല. ഇന്നാലിന സ്ഥലത്തിൽ നിന്നും ഇന്നാലിന സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ഈ വിഭാഗത്തെ ഇവർ അള്ളാഹുവിൽ വിശ്വസിക്കാതിരുന്നിട്ടും ഇവർ അള്ളാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകളിൽ വിശ്വസിച്ചിട്ടും അതുകൊണ്ടൊന്നും ഇവരെ അള്ളാഹു താല ഈ രൂപത്തിലൊന്നും ശിക്ഷിച്ചിട്ടില്ല. ഇതൊക്കെ അള്ളാഹു താലയുടെ കരുണ കൊണ്ട് മാത്രമാണ്. പക്ഷെ ആഖിറത്തിലെത്തുമ്പോൾ ഇതിനൊക്കെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും, നരകത്തിൽ കടക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വരും ക്ലാസ്സിൽ പഠിക്കാം. ഇനി നമുക്ക് ഇത്രയും ആയത്തുകൾ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുന്ന രൂപം പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم نختم. ഇവിടെ ഖ ആണ്. ഖ ആയിട്ട് തന്നെ നാം ഒഴിയണം. ഈ തജ്വീദിൻ്റെ നിയമം പറയുമ്പോൾ നാം പ്രത്യേകം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് തെറ്റുകൾ. ഒന്ന് അല്ലഹ്നുൽ ജലി, വ്യക്തമായ പിഴവ്. രണ്ട് അല്ലഹ്നുൽ ഖഫി, അവ്യക്തമായ പിഴവ്. എന്താ അല്ലഹ്നുൽ ജലി, വ്യക്തമായ പിഴവ് എന്ന് പറഞ്ഞാൽ ഹർഫുകൾക്ക് മാറ്റം സംഭവിക്കുക, അതേപോലെ തന്നെ ഹർക്കത്തുകൾക്ക് വ്യത്യാസം സംഭവിക്കുക പോലുള്ള തെറ്റുകൾക്കാണ് അല്ലഹ്നുൽ ജലി, വ്യക്തമായ പിഴവ് എന്ന് പറയുന്നത്. അല്ലഹ്നുൽ ഖഫി, അവ്യക്തമായ പിഴവ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ സിഫത്തുകൾ പൂർണ്ണമാവാതിരിക്കുക. ഉദാഹരണം, ഒരു ഹർഫിന് സ്വാദ്, ത്വാ, ഇവക്കൊക്കെ ഇസ്തിഅല, തുബാക്ക്, ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള സിഫത്തുകളുണ്ടല്ലോ. ഇസ്തിഅല എന്ന് പറയുന്ന സിഫത്ത് പൂർണ്ണമായില്ല, അത് അല്ലഹ്നുൽ ഖഫിയാണ്. പിന്നെ ഇങ്ങനെ അതേപോലെ തന്നെ ഇദ്ഗാം, ഇഖ്ഫാ ഒക്കെ പോലുള്ള അഹ്ലുൽ അദായിൻ്റെ അടുക്കൽ ഖിറാഅത്ത് മോശമാണെന്ന് പറയപ്പെടുന്ന രൂപത്തിലുള്ള അർത്ഥവ്യത്യാസമോ ആശയവ്യത്യാസമോ വരാത്ത തെറ്റുകൾക്കാണ് അല്ലഹ്നുൽ ഖഫി, അവ്യക്തമായ പിഴവ് എന്ന് പറയുന്നത്. ഇത് അല്ലഹ്നുൽ ജലി, വ്യക്തമായ പിഴവ്, അത് നമ്മുടെ ഖിറാഅത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അല്ലഹ്നുൽ ഖഫി, ഈ അവ്യക്തമായ പിഴവുകൾ, ഈ പറഞ്ഞതുപോലുള്ള പിഴവുകൾ, ഈ പിഴവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശർഈയായ ഇസ്മ്, ശർഈയായ കുറ്റം ലഭിക്കുമോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നു അല്ലഹ്നുൽ ഖഫി, അവ്യക്തമായ പിഴവുണ്ടായാലും ശർഈയായ ഇസ്മ് കുറ്റം ലഭിക്കും എന്ന്. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നു അതിന് ശർഈയായ ഇസ്മു കുറ്റം ലഭിക്കുകയില്ല എന്ന്. അതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഖിറാഅത്തിൽ തന്നെ ശർഈയായ ചില വാജിബുകളുണ്ട്, നിർബന്ധമായും നാം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം, അർത്ഥവ്യത്യാസം വരുന്ന രൂപത്തിലുള്ള ഹർക്കത്തുകൾ, ഹർഫുകൾ മാറ്റം വരിക, അങ്ങനെ ഒരിക്കലും നമ്മുടെ ഖിറാഅത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ഖുർആൻ ഇജ്മാ ആയ രൂപത്തിൽ ഓതണം. ഖുർആൻ ഇജ്മാ ആയ രൂപത്തിലല്ലാതെ അതിന് വിരുദ്ധമായി ഓതാൻ ഒരിക്കലും പാടില്ല. പിന്നെ അതേപോലെ തന്നെ മഖ്റജുകൾ ശരിയാക്കണം. ഇതൊക്കെ നാം നിർബന്ധമായും ചെയ്യേണ്ട ശർഈയായ വുജൂബിൽപ്പെട്ട കാര്യങ്ങളാണ്. പറഞ്ഞു വന്നത് അൽയൗമ നഖ്തിമു, ഇവിടെയുള്ള ഖ എന്ന് തഫ്ഖീം ചെയ്തുകൊണ്ട് തന്നെ നാം ഉച്ചരിക്കണം, തടുപ്പിച്ചുകൊണ്ട്. ശബ്ദപ്രതിധ്വനി വായ നിറയെ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഉച്ചാരണത്തിനാണല്ലോ തഫ്ഖീം എന്ന് പറയുക.
അഥവാ ഇസ്തിഅലാഇൻ്റെ ഈ ഹർഫുകൾക്ക് എപ്പോഴും തഫ്ഖീമാണ്. തഫ്ഖീം എന്ന അവസ്ഥയിൽ മാത്രം ഉച്ചരിക്കുന്ന ഹർഫുകളാണ് ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം അലാ മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു. നന്നായി മദ്ദ് ചെയ്യണം. 3 അലിഫിൻ്റെ ഖദർ അല്ലെങ്കിൽ 3 അലിഫിൻ്റെ ഖദർ നീട്ടി ഓതുന്നതാണ് ഉത്തമം. അഫ്വാഹിഹിം, ഈ ഒരു പദം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പലരും ഓതാറുള്ളത് അഫ്വ അഫ്വ എന്ന് ഫായിൽ അല്പം കലക്കല കൊടുക്കാറുണ്ട്. വേണ്ടതില്ല. അഫ്വ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. അഫ്വാഹിഹിം അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതുകല്ലിമുനാ. ഇവിടെയും മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസയുണ്ട്. നന്നായി മദ്ദ് ചെയ്യണം. വതഷ്ഹദു അർജുലുഹും, വതഷ്ഹദു എന്ന ഷീനിൽ കലക്കല കൊടുക്കേണ്ടതില്ല. വതഷ്ഹദു ഹ ആയിട്ട് തന്നെ മൊഴിയണം. വതഷ്ഹദു അർജുലുഹും ബിമാ, അർജുലുഹും ബിമാ ഇവിടെ മണിക്കണം. അർജുലുഹും സാക്കിനായ മീം, ശേഷം എന്തു വന്നു? ബാ വന്നു. ഇഖ്ഫാ ചെയ്യണം. അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, യക്സിബൂൻ യക്സിബൂൻ എന്ന് കാഫിലും കൽക്കല കൊടുക്കേണ്ടതില്ല. യക്സിബൂൻ എന്നല്ല, യക്സിബൂൻ. وتشهد أرجلهم بما كانوا يكسبون. അടുത്തായത് ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء നന്നായി മദ്ദ് ചെയ്യണം. ലതമസ്നാ, ല തർക്കീക്കിൻ്റെ അവസ്ഥയിലുള്ള ഹർഫാണ്. തോ തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്ന ഹർഫാണ്. ലതമസ്നാ ലതമസ്നാ അലാ അഅ്യുനിഹിം, ഇവിടെയും നന്നായി മദ്ദ് ചെയ്യണം. അഅ്യുനിഹിം ഐന് അങ്ങനെ തന്നെ മൊഴിയണം. ഫസ്തബഖു സിറാത്ത്, ഫസ് സീനാണ്. ഫസ്തബഖു ഖാഫ്, ഫസ്തബഖു സിറാത്ത് അസ്സിറാത്ത്. ഇവിടെ പലരും സീനായിട്ട് അസ്സിറാത്ത് എന്നോതാറുണ്ട്. ഫസ്തബഖു സ്വാദാണ്. ഫസ്തബഖു സിറാത്ത് ത ആണ്. ഫഅന്നാ യുബ്സിറൂൻ, യുബ്സിറൂൻ എന്നല്ല, ബായിൽ കൽക്കല കൊടുക്കണം. ഫഅന്നാ യുബ്സിറൂൻ. അടുത്തായ ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ولو نشاء നന്നായി മദ്ദ് ചെയ്യണം. ലമസഖ്നാഹും, ലമസഖ് ഇവിടെയും ഖായില് കൽക്കല കൊടുക്കേണ്ടതില്ല. ലമസഖ്നാഹും എന്നല്ല, ലമസഖ്നാഹും അലാ മകാനതിഹിം ഐന് അലാ മകാനതിഹിം ഫമസ്തതാഉ. ഈ ഒരു വാക്ക് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. എന്താണ് കാരണം? ഇവിടെ പലരും ഓതാറുള്ളത് ഫമസ്തതാഉ, ഫമസ്തത രണ്ടും ത ആയിട്ടാണ് പലരും ഓതാറുള്ളത്. അങ്ങനെയല്ല, രണ്ടും ത അല്ല. ഒന്നാമത്തത് ത, രണ്ടാമത്തത് തോ. ശ്രദ്ധിക്കണം. ഫമസ്ത തോ, ത തോ, അങ്ങനെ തന്നെ നാം പരിശീലിക്കണം. ഒന്ന് ഉച്ചരിച്ച് നോക്കൂ. ഫമസ്തതോ, ഫമസ്തതാഉ, ഫമസ്തതാഉ, അങ്ങനെ തന്നെ നിങ്ങൾ പരിശീലിച്ചു പഠിക്കണം.
فما استطاعوا مضيا ولا يرجعون مضيا മണിക്കണം ولا يرجعون. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.